ഇനി സ്പീഡില്. അതാറാ മക്കളെ കയ്യിൽ ഒരു വാങ്ക്. മാമാ മാമോ എന്തോ മാമ ഇവിടെ നടക്കണേ? ഒരു കുഴപ്പമില്ല. ഒന്നും നടക്കണ്ട. എന്തോന്നാണ് നിങ്ങൾ തമ്മില്? ഞങ്ങള് തമ്മിലൊന്നുമില്ല. ഇതേ അണ്ണനും ചേട്ടത്തി പറഞ്ഞിട്ട് ഇതൊരു തീരുമാനം ഉടനെ എടുക്കണം. അതാണ് എനിക്കും വേണ്ടത്. നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, അവർക്കെല്ലാം മനസ്സിലായി. മനസ്സിലായി. അതെ കുഞ്ഞളിയാ, ഇനിയിപ്പോ ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ആയിരുന്നോ? അല്ല, ഇപ്പോഴും ഇഷ്ടമാ. പിന്നെ അവൾക്കും അതുപോലെ തന്നെ എന്നെ ഇഷ്ടമാ. പക്ഷെ പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ള ഈ കല്യാണം സമ്മതിക്കത്തില്ല. അതാര്? എന്റെ അച്ഛൻ. അയ്യോ അണ്ണ, അതൊക്കെ പണ്ടല്ലേ അണ്ണ. അല്ല അങ്ങനെ അല്ലടാ, ഇപ്പോഴും അത് ശരിയാകത്തില്ല. നമുക്ക് ഞാൻ സംസാരിക്കാം. ആര് സംസാരിക്കും? മാമേ. എനിക്ക് അച്ഛനെ പേടിയാ, ഞാൻ സംസാരിക്കത്തില്ല. ഈ പേടിയാണ് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അണ്ണന് പേടിയാണെന്നാ? അണ്ണ എന്തെല്ലാം അണ്ണ, അണ്ണൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം നമ്മൾ ഒരു കാര്യം ചോദിച്ചു, ആരെങ്കിലും ഇഷ്ടമുണ്ടാ പറ, എങ്കിൽ നമുക്ക് അന്വേഷിക്കാം, സംസാരിക്കാം. അണ്ണ അപ്പൊ എന്താന്ന് പറഞ്ഞത്? അണ്ണന് കാടും മലയും നദിയും കടലൊക്കെയാണ് ഇഷ്ടമെന്നല്ലേ? എന്നിട്ടിപ്പൊ ഇതായിരിക്കും ആ പറഞ്ഞ പ്രകൃതി ദേവി. മാമൻ ഇതൊരുമാതിരി കാഞ്ചന പോയത് പ്രണയം പോലെ ആയിപ്പോയല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ ഭയങ്കര പുലിയാണ്. എനിക്ക് പേടിയാടാ. മാമ ഇത്രയും കാലം ഇത് മനസ്സിൽ വെച്ചോണ്ട് നടന്നല്ല. അല്ല, അതെന്ന് പറഞ്ഞാലേ ഞങ്ങള് തമ്മില് ഇഷ്ടമാണെങ്കിലും അത് അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിച്ച് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു ശേഷിക്കുറവ് എനിക്കുണ്ട്. അതിനുള്ള കഴിവ് മാമനില്ല. ഈ വിഷമം എന്താന്നുള്ളത് ഇങ്ങേർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അണ്ണൻ എന്തോ തീരുമാനിച്ചു? അണ്ണൻ പറയാൻ വയ്യ, നടക്കൂലല്ലേ? പറയാന് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ പിന്നെ ഒരു ചേച്ചി വീട്ടിൽ പോയിക്കോ. അണ്ണ ഇതങ്ങ് മറന്നേരെ, ഈ ബന്ധം അങ്ങ് മറന്നേരെ. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. അണ്ണാ ഇങ്ങോട്ടോ, ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ചേച്ചിയോടെ ജോലിക്കായിട്ട് നടത്താൻ നമുക്ക് പറ്റൂല. ഇല്ല, എന്തോന്നടി? പറ്റത്തില്ല. പിങ്കാ വാ, കുറച്ച് ഉത്തരവാദപ്പെട്ടവരൊക്കെ വിളിക്കിട്ടു. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അണ്ണാ, പ്രായമായ പെങ്കൊച്ചാണ്, വീട്ടിൽ എങ്ങനെ നടത്തും? പിന്നെ അതുപോലെ പരിചയമില്ലാത്താണെങ്കിൽ എന്തെങ്കിലും അടിച്ചോണ്ട് പോകും. അണ്ണന്റെ ഹാർട്ടായിരിക്കും അടിച്ചോണ്ട് പോയത്. അയ്യോ കവി ഭാവന. വണ്ടി അങ്കിൾ, എന്നാലും ഇത്രയും നാളെ നമ്മുടെ മാമ ഇത് മനസ്സിൽ വെച്ചോണ്ട് നടന്നല്ല പ്രേമം. അത് ഒറ്റ മനുഷ്യരെടുത്ത് പറയാതെ. അത് തന്നെയല്ലേ? അതെങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെ സാധിക്കണ അത് എന്റെ അടുത്ത് ചോദിക്കണത്? എനിക്ക് സാധിച്ചില്ലേ, പിന്നെ അങ്ങനെയൊക്കെ സാധിച്ചത്? നിങ്ങളുടെ കാര്യം പിന്നെ നാട്ടുകാർക്ക് ഒത്തും അറിയായിരുന്നല്ലോ. ഇതങ്ങനെയല്ലല്ലോ. അത് ശരിയാണ്. നായിക നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചോ. ചെറുതായിട്ടുണ്ട്. എന്തിന്? അങ്ങനെ ദേഷ്യമൊന്നും ഇല്ല. പക്ഷെ നമ്മള് ഈ കാര്യം എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞോണ്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു വഴിയുണ്ട്. ഈ കാര്യേ എങ്ങനെയെങ്കിലും ഭാർഗവൻ പിള്ളയുടെ ചെവിയിലൊന്ന് എത്തിക്കണം. അതാരെത്തിക്കും? അനിയനെത്തിക്കും. ഞാന്? എന്റെ പൊന്ന് ചേച്ചി, ഒരു കല്യാണം ഒന്ന് നടത്താൻ വേണ്ടി ഇവിടെ കിടന്ന് പാടുപെട്ട പാട് എനിക്കേ അറിയാവൂ. ആരുടെ കല്യാണം? എന്റെ കല്യാണം. അത് ശരി. അപ്പോഴാണ് ഇനി അടുത്ത കൊട്ടേഷൻ. എന്തായാലും വേറെ മാർഗമൊന്നും എന്റെ മനസ്സിൽ വരുന്നില്ല. പറ്റിയ ഒരാളുണ്ട്. ആണോ? എന്തെങ്കിലും ഒന്ന് ആലോചിച്ചെടുക്ക്. ആലോചിക്കണേ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ?
ഇവള് ഊമക്കത്തേക്ക് അതിനവള് പിടിക്കുകയാണ്. നമ്മുടെ സീക്രട്ട് ഒക്കെ ഇങ്ങനെ പറയാവോ? അത് പിന്നെ ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒളിച്ചോടണം. അയ്യേ, ഒളിച്ചോടാനാണെങ്കി പണ്ടേ ഓടിയേനെ. ഓടാത്തെന്തു പിന്നെ ഞാൻ പറഞ്ഞപ്പോ കുറ്റം. ഒന്നും വേണ്ട, എന്റെ ഒരു പ്ലാൻ ഉണ്ട്. എന്താ? എന്തായാലും അണ്ണനും ചേട്ടത്തിയും വരട്ടെ. നമുക്ക് അവരത് കാര്യം പറയാം. അണ്ണ ഒരു മൂഷായിട്ടാണെങ്കിലും ചേട്ടത്തി പാവമാണ്. ആദ്യം ഒരു പൊട്ടിത്തെറി എന്തായാലും ഈ വീട്ടിൽ ഉണ്ടാവും. എന്നെ അങ്ങ് ശാന്തമായിക്കോളൂ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് അപ്പച്ചി കണ്ടിട്ട് വന്നാലോ? എന്തിന്? അല്ല, അപ്പച്ചി വയ്യാത്തല്ലേ? എന്നോട് ഒറ്റയ്ക്ക് മനുഷ്യ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ജിന്നുവിനെ കാണണ്ടേ? മാമാ അണ്ണാ, എന്താടി അണ്ണ എന്താണ് ഇത്ര ആലോചിക്കണത്? നീ ഇപ്പൊ എന്താ ആലോചിക്കാനാടാ? രണ്ടും കൽപ്പിച്ചല്ലേ അവള് ഇറങ്ങിയിരിക്കുന്നത്. മാമാ, അച്ഛനും അമ്മയും ഇപ്പൊ ഇങ്ങെത്തും. അവരെത്തണതിന് മുമ്പ് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെല്ലാരും പെടും. ചുമ്മാ പേടിപ്പിക്കാതെ. ചുമ്മാ പേടിപ്പിച്ചൊന്നുമല്ല, അവള് പറഞ്ഞാല് കാര്യമുണ്ട്. അണ്ണാ, ചായ. ഉച്ചക്ക് എന്ത് വേണം അണ്ണാ? ഉച്ചക്ക് എന്ത് വേണം അണ്ണാ? ഇച്ചിരി മനസമാധാനം തരാമോ? തരാലോ. ഇനി ഞാൻ എന്നും അണ്ണന്റെ കൂടെ ഇല്ലേ, സമാധാനമൊക്കെ താനെ വന്നോളും. അണ്ണൻ ചായ കുടിക്ക്. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള പരുവത്തിലായി. ചായ കൊള്ളൂലേ? ചായയുടെ കാര്യമില്ലടാ, എന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. അണ്ണാ, അണ്ണന് കാര്യം അറിയാമോ? എന്താ? ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ആൾക്കാരെല്ലാം ഭയങ്കര കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. അണ്ണനും എടുക്കണം, അതിനുള്ള സമയമായി. അച്ഛൻ വിളിക്കുന്നു. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ഹലോ ആച്ചാ, എത്താറായോ? ആ, എവിടെ എവിടെ? മരിയ ബേക്കറിയിലോ? എനിക്ക് വേണം. എനിക്കൊരു 10 മുട്ട പപ്സും പിന്നെ ഷാർജ ഷേക്ക്. ഹലോ വരാറായ മറിയ ബേക്കറി എത്തിയാ? അണ്ണൻ്റെ ഞാൻ ഒരു കാര്യം കട്ടക്ക് പറയട്ടോ. അണ്ണാ, എന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കയില്ലേ? ഇതുപോലത്തെ വള്ളിയൊക്കെ എടുത്താൽ എനിക്ക് പെടാൻ വയ്യണ്ണ. അണ്ണ എങ്ങനെയും കട്ടക്ക് ഈ കാര്യം സോൾവ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ അനുഗ്രഹം അണ്ണൻ ഉണ്ടാവട്ടെ. എന്റെ അനുഗ്രഹം ഉണ്ടാവും. അച്ഛൻ വന്ന് വല്ലതും ചോദിക്കുമ്പോ ഞാൻ രാമനാരായണ എന്ന് പറഞ്ഞു. ദുഷ്ടശക്തികളെ, ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോ നീ എല്ലാം കൊണ്ട് എന്നെ കുഴിയിലാക്കിയിട്ട് പോവുകയല്ലേ? അവസ്ഥ അതായി പോയി മാമ. മംഗളം പോവതു. നന്നായി വരും. അണ്ണാ, ചക്കപ്പുഴുക്കിന് മീൻകറി വേണോ ചിക്കൻ കറി വേണോ? അവിടെ ഒരു ചക്കപ്പുഴുക്ക് എന്നെ വെട്ടിയെറിഞ്ഞ് പുഴുക്ക് വെക്കണി. അങ്കിളെ, അപ്പൂപ്പ സമ്മതിക്കാത്ത കേസായോണ്ട് വേറെ ആരും ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കതല്ലേ പരിപാടി. പിന്നെ എന്റെ കല്യാണം കൊള്ളാവുന്നാണ് എനിക്ക് തോന്നണത്. എന്റെ ഗൾഫ് കള്ളക്കഥ എല്ലാം കൂടെ ഇവിടെ അറിഞ്ഞിട്ടേ അണ്ണന് എന്നെ ഇറക്കി വിടും, അപ്പച്ചി ഇറക്കി വിടും. ഇനി തൊട്ട് പിടിച്ചിറത്താനായിട്ട് മണിക്കൂട്ടെണ്ണെ കൊണ്ട് പറ്റേയില്ല. ഞാൻ എന്തിനു കിട്ടു? ഓ, മൊത്തത്തിൽ എല്ലാം കൊളാവണ ലക്ഷണം ഉണ്ട്. അണ്ണനും വന്ന് കോളം തികഞ്ഞ് കയറി വരികട്ടാ. മോളെ, അച്ഛാ, അണ്ണ ഇരി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2 ദിവസം അവിടെ ആശുപത്രിയും ഒക്കെ ആയിട്ട് നടന്ന് ചെക്കപ്പായിരുന്നു പ്രശ്നം. അമ്മയുടെ കാലിലൊക്കെ ഭയങ്കര നീര്. അയ്യോ. അപ്പൊ ശിവപ്രസാദ് ഡോക്ടർ പറഞ്ഞ് ലിവർ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നാളെ അതിന്റെ ടെസ്റ്റിന് പോകും. നാളെ ഇനി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് വേണം ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കൊണ്ട് കാണിക്കണം. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്തടി അങ്കിൾ,
ഇവിടെ ഇരി, ഇവിടെ ഇരി. ഏ? അയ്യോ എന്റെ അച്ഛനെ കണ്ടിട്ട് കുറെ നാളായില്ലേ. അതല്ലേ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട്. വിശേഷങ്ങൾ പറ. പറയുന്നു നീ എപ്പോഴും വിളിച്ച് ചോദിച്ചോണ്ടിരിക്കല്ലേ. അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും നേരിട്ട് കേൾക്കുന്ന ഒരു സുഖം മൊബൈലിൽ കൂടെ കേൾക്കുമ്പോൾ കിട്ടൂലല്ലോ അങ്കിളല്ലേ. അങ്ങനെ പോയി ഫ്രഷ് ആയിട്ട് വരും. നിനക്ക് ഓ അത് തന്നെ ഇല്ല എന്ത് പിന്നെ ഇല്ലേ ആ. ആ എന്തിനാ കൊച്ചു ചോദിക്കുന്നത്? അത് പറഞ്ഞു മറ്റേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന്റെ കാര്യമൊക്കെ എന്തായി? ഉത്സവം ഫെബ്രുവരിയിലല്ലേ? ഫെബ്രുവരിയിലാണോ? ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്. നിങ്ങൾ ഇരി, ഞാൻ ആ, അണ്ണാ വലിയ ഇരി, ഇരി, ഇരി. എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ. പൂജയൊക്കെ സാധാരണ നടക്കുന്നുണ്ട്. അണ്ണ കണ്ടില്ലേ? ഞാൻ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ആ എന്ത് അണ്ണ അമ്പലത്തിൽ പോകണ്ടേ? മോശമല്ലേ അത്? എടാ, ഞാൻ പോയത് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മയുടെ കാര്യം ആ നോക്കാനല്ലേ. എന്നാ അണ്ണാ അമ്മയുടെ കാര്യം പറ. അപ്പച്ചി എങ്ങനെ ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് വന്ന് എന്തറിയുമോ, ബാങ്കില് ലീവില്ലാഞ്ഞിട്ടാണ്. ഇനി ബാങ്കിൽ പോണം. ബാക്കി പോണം. പിന്നെ ഉണ്ണിയാമനും കൂടെ അവിടെ നിന്ന് വേറെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങ് വന്നത്. അതിലേക്ക് പിന്നെ ഞാൻ പൂജയുടെ കാര്യം നോക്കാൻ പോകും. അല്ല അപ്പൊ അപ്പച്ചി എങ്ങനെ ഇരിക്കുന്നു? അപ്പച്ചി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും അച്ഛമ്മ എന്നെ തിരക്കിയില്ലേ? പിന്നെ നീ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നില്ലേ? ഇവിടെ വീഡിയോ കോളൊക്കെ ചെയ്ത് അച്ഛമ്മയെ കണ്ടാണല്ലോ. പിന്നെ എന്താ അച്ഛനെ തിരക്കില്ലെന്ന് വെക്കാൻ? അല്ല എന്നാലും ഒരു കാര്യം ചെയ്യ്. തിരക്കിന്ന് പറയുമ്പോ ഒരു നാളെ നമുക്ക് അങ്ങോട്ട് പോവാം. നാളെ വേണ്ടി വരും. നാളെ പോവാം. നാളെ പോവാം. അളിയനെയും വിളിച്ചിട്ട് പോവാം. ആ ശരി. ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ മോളെ. അയ്യോ ഇരിക്കുന്നത് അതെ. എന്ത് നിങ്ങൾക്ക് എന്ത് പറ്റി? നമുക്ക് എന്തിനു പറ്റേ? അണ്ണ റെഡി ആയിരിക്കണം. അണ്ണ ഇനി എന്ത് റെഡി ആവാൻ പോണം? ഇവിടെ ഒന്ന് ഫ്രഷ് ആവട്ടെ. കുറച്ച് വെള്ളം കുടിക്കട്ടെ ഞാൻ. അയ്യോ അങ്ങനെ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റില്ല അകത്തോട്ട്. എന്ത് അകത്ത് പോകാൻ പറ്റാത്തത്? അത് എന്തോ ഭയങ്കര നാറ്റം. നാറ്റോ? ഓ വല്ല എലി വല്ലതും ചെറുക്കിടപ്പുണ്ടോ? ഞാൻ പോയി ഇത് നോക്കാം. എലിയല്ലേ? ഇത് പുലി. പുലിയാ? അല്ല കുട്ടി. അല്ല എലി പെരിച്ചായി. പെരിച്ചായിക്കാണെങ്കിലേ ഇനി പെട്ടെന്ന് എടുത്ത് കളയണം, കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ നാറ്റോ. നമ്മളടുത്ത് കളഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നേ. അണ്ണ എവിടെ അണ്ണ പോണത്? അണ്ണ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ നിക്കില്ല. അണ്ണ അകത്തെവിടെ പോണത്? എന്താന്ന് ഇത്? എടി ഇവിടെ ഉള്ള ഞാൻ അതൊന്നും ഞാൻ അണ്ണ നീ സ്വഭാവമൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ അണ്ണ നമ്മൾ സംസാരിക്കാതെ പോവാനും മിണ്ടാതിരിക്കാനും ഒക്കെ. അണ്ണ നീ സ്വഭാവം ഇല്ലാതായിരുന്നല്ലോ. എടാ രാമ, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്നിട്ട് നിന്റെ അടുത്ത് സംസാരിക്കാം. വെള്ളം നമ്മൾ ഉണ്ടാക്കില്ല. അതാണ് സംഭവം. വെള്ളം ഉണ്ടാക്കിയില്ലേ? വെള്ളം ഉണ്ടാക്കണുണ്ട്. ഇവിടെ പൈപ്പിൽ വെള്ളം ഇല്ലേ? അത് കുടിച്ചപ്പോ അസുഖമില്ലേ? ഇപ്പൊ അത് ഫ്രിഡ്ജിൽ വെള്ളം ഇരിപ്പില്ലേ? തൊണ്ടവേദന വരൂല അല്ലേ? നിങ്ങൾക്ക് എന്ത് ഇത്? നമുക്ക് പുറത്തു പോയി വെള്ളം കുടിക്കാം. എന്നാ ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. എന്ത് ഡ്രസ് മാറണത്? മോളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പം മുഷിഞ്ഞ് നാറി വന്നിരിക്കല്ലേ. പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ് മാറിയിട്ട് വന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. അതിനിപ്പോ എന്ത് കുഷിയൊന്നുമില്ല. ഇല്ല കൊച്ചല്ലേ? ആ നല്ല മണം. മാറി നില്ലേ? അയ്യോ അയ്യോ അണ്ണ രവിയണ്ണ വന്ന്. നീയല്ലേ പറഞ്ഞു ഇവിടെ ഭയങ്കര നാറ്റൊന്നും. ഇവിടെ ഒരു നാറ്റവും ഇല്ലല്ലോ. പിന്നെ അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി. ആരുണ്ടാക്കിയത്? ചേച്ചി. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടത്തി. ചേട്ടത്തി ഇല്ലാത്തപ്പോഴാണല്ലോ അവൾ അടുക്കള കയറിയത്. ഞാനാ ഉണ്ടാക്കിയ ഞാൻ. നീയാ? സത്യം? പിന്നെ ഒറ്റയ്ക്കല്ല, അങ്കിളും ഉണ്ടായിരുന്നു. ആണോ? അതുപോലെ തന്നെ അടുക്കളയൊക്കെ വളരെ നീറ്റായിട്ട് കിടക്കുന്നു. മണിക്കുട്ടി ഉള്ളപ്പോ പോലും ഇങ്ങനെ ഇരിക്കൂല. അത് ശരിയാ. മിടിക്കുക, നല്ല മിടിക്കുക. ഉള്ളിത്തീല് സൂപ്പർ ആയിരിക്കും കേട്ടോ. ഏത് ഉള്ളിത്തീല്? നീയല്ലേ ഉണ്ടാക്കിയത് ഉള്ളിത്തീല്? ആ ഞാനാണല്ലോ ഉള്ളിത്തീൽ ഉണ്ടാക്കിയത്. മറന്നും പോയി. ഉള്ളി അരിഞ്ഞ എന്നത് അങ്കിളാ. ഞാൻ അരിഞ്ഞെടുത്ത്. മോളെന്ത് കഷനല്ല, ഉള്ളി അരിഞ്ഞപ്പോ പിന്നെ കണ്ണി വീണായിരിക്കും. ഉള്ളി നീയല്ലേ അരിഞ്ഞത്? ഞാൻ ഇങ്ങനെ വെച്ചാണ് അരിഞ്ഞത്. കണ്ണിൽ തെറിച്ചു. വളരെ ഉള്ളി തെറിച്ച. പക്ഷെ അത് അപ്പോഴല്ലേ അരിഞ്ഞത്? ഇപ്പൊ എങ്ങനെ? അപ്പോഴും അവൾക്ക് അറിഞ്ഞായിരുന്നു. ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ച എന്റെ വീർപ്പ് പൊട്ടിക്കലച്ചാ. എന്തോന്ന് ഇത്? ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശപ്പുണ്ട്. ആ കറികളുടെ മണം തന്നെ എന്ത് സൂപ്പർ ആയിരിക്കും. നല്ല മണമായിരിക്കും. വേറെ എന്തൊക്കെ കറി ഉണ്ടായിരുന്നു അവിടെ? വേറെ ചക്കക്കുരു തോരൻ ഉണ്ടായിരുന്നു. ചക്കക്കുരു തോരൻ അങ്കിളാ ഉണ്ടാക്കി. ചക്കക്കുരു നീയാണേ? ഞാനാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. സംഭവം കൊള്ളാം കേട്ടെന്നാല്. പക്ഷേ കുറച്ചേരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്തൊരു കള്ള ലക്ഷണം.
കള്ളല്ല അച്ഛനോ, ജന്മന ഉള്ളതായിരിക്കും. അലമാരുന്ന പൈസ വല്ലതും എടുത്താ? അലമാരിയിൽ പൈസ ഉണ്ടെന്ന് തന്നെ നമ്മളിപ്പോഴാണ് അറിയുന്നത്. അതെ അതെ. എങ്കിൽ നമ്മള് ചക്കക്കുരു തോര ഉണ്ടാക്കൂലല്ലോ. അതെ. എന്തൊരു കള്ളലക്ഷണം ഉണ്ട്. ഏയ് എന്താ ശരി, കുഴപ്പമില്ല. ഞാൻ പോയി ഒന്ന് കുളിച്ചു വരാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് പുറത്തു പോവാ. അവരെവിടെ? നീ എന്ത് അല്ല അവരാ? ആര് അവരെന്താ? അവള് റിങ്കി. റിങ്കി എവിടെ? റിങ്കി അവിടെ അല്ലേ? റിങ്കി മണിക്കുട്ടി അവിടെ പറഞ്ഞല്ലേ? റിങ്കി എവിടെയാണല്ലോ, പിങ്കി ഇവിടെയാണല്ലോ. റിങ്കി ഇവിടെ, ഞാൻ ഇവിടെ, നീ ഇവിടെ. നിനക്ക് എന്ത് പറ്റിയ കാര്യം? ഞാനിവിടെ അല്ലേ? ഒന്നും അറിഞ്ഞോടെ ഈ അങ്കിളിന് രണ്ടും എവിടെ പോന്ന്? അയ്യോ മാമ, അച്ഛൻ ഫ്രഷ് ആവുന്നെന്ന്. മാമൻ? ആ മാമൻ. നിന്നെ മാമ അടിച്ചു പണി കടിച്ചാ. എന്തടി ഇടയ്ക്കാണെങ്കിൽ രാമങ്കിൾ രാമങ്കിൾ രാമനുണ്ണിയാണ്. പോയി ഫ്രഷ് ആയിട്ട് വാണ. അണ്ണന്റെ റൂമിലല്ലേ? അതെ അതെ. ഇതൊക്കെ എവിടെയടി? എന്റെ വിളക്കേറുന്നത് എവിടെ പോയത്? ഞാൻ കൊണ്ടുപോകാൻ പോയി നോക്കുന്നില്ല. അവിടെ ഇരിക്കാ പോയി. നീ പോയി നോക്കും. എന്റെ തലയിലാവും ഇതെല്ലാം. നിന്റെ മാമേ. എവിടെ? എനിക്കറിയാം. അച്ഛാ, എന്താ മോളെ? അച്ഛ എന്ത് ചെയ്യുവാ? ഞാനിവിടെ ബാത്റൂമിലെ മോളെ. ആണോ? എന്ത്? ഒന്നുമില്ല ഒന്നുമില്ല. എന്താ പറയുന്നത്? ഇപ്പൊ വരാം. അണ്ണാ ഹോസ്പിറ്റലൊക്കെ പോയത് നല്ലോണം തേച്ച് കുടിയണ്ണ. എവിടെ? അവിടെയൊക്കെ നോക്കി. അവിടെ എന്ത് കഷ്ടം ഇത്. ടെൻഷൻ. എന്തോന്ന് അവിടെ ഇല്ലാന്ന്? ഞാൻ ഇവിടെ അല്ലേ? എന്താ എന്തോന്ന് അവിടെ ഇല്ലാന്ന് പറഞ്ഞ? എന്തോന്ന് അവിടെ ഇല്ലെന്ന്? അച്ഛ ഇവിടെ ഇല്ലെന്ന് പറയായിരുന്നു ഞാൻ. ഞാൻ പറഞ്ഞേ പതുക്കെ വന്നാ മതി. കത്ത് അറിഞ്ഞൂടാ. ഇവിടെ അച്ഛൻ വരും. അച്ഛൻ വരും ഇപ്പൊ. പ്രിയപ്പെട്ട കുഞ്ഞവൻ പിങ്കി മോൾക്കും മമ്മി വെച്ചിട്ട് മുങ്ങി. എല്ലാം നമ്മളെ പണയില്ലേ. ഒരാപത്ത് വന്നപ്പോ കൂടെ നിൽക്കാത്തവർക്കൊപ്പം ഞാനും എന്റെ ശ്രീകുട്ടിയും ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഞങ്ങൾ പോകുന്നു. ഇനിയൊരു മടങ്ങിവരെ ഉണ്ടാകുമോ എന്നറിയില്ല. ഏതെങ്കിലും നാട്ടിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാകും എന്ന് സ്വന്തം മാക്കു അല്ല മണിക്കുട്ടി. എഴുത്തൊക്കെ എഴുതി വെച്ചിട്ട് രസമായി. നമ്മളെ പണയിലില്ല. അതെ അതെ. അപ്പൊ എന്റെ കല്യാണം മോളെ മോളെ എന്ത് വിളിച്ചേ? ആര് വിളിച്ചു? ഞാൻ ബാത്റൂമിൽ നിന്നപ്പം നീയല്ലേ ഒന്ന് അച്ഛ അച്ഛാന്ന് നീ അച്ചാ വിളിക്കാൻ പോയത്? പിന്നെ അച്ഛനും അച്ഛൻ നല്ലത്. ഞാൻ വേറെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ എന്തോന്നടി? എന്തോന്ന്? ഇതൊരു പേപ്പർ എടുക്കുന്നേ. ഒരു പേപ്പർ എടുക്കുന്നത് അത് പിരിവാരാണെന്ന് തോന്നല്. രണ്ടൊരു മുണ്ടെടുത്തിരിക്കുന്നത് ഞാൻ കണ്ടൊന്നുമില്ല. നീ ഒന്ന് ഭൂത കണ്ണാടി വെച്ച് നോക്കി. എവിടെ? എവിടെയാടാ? അവിടെ അവിടെ അവിടെ. ഞാൻ കണ്ടൊന്നുമില്ല. ഈ അച്ഛൻ എന്തോന്ന് രണ്ടെണ്ണം കൂടെ? അണ്ണന് പിരിവാര് വരണോ? വേണ്ടല്ലോ. അണ്ണ പൈസ കൊടുക്കൂ. എന്തെനിക്കൊന്ന് മനസ്സിലായി. നിങ്ങൾ കുറച്ചു നേരമായിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. അവിടെ നിന്ന് ആരെയും ഞാൻ കണ്ടില്ല.